എക്സോർസിസം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും ഉള്ളിൽ വരുന്നത് അന്ധവിശ്വാസത്തിൻ്റെ ചിത്രങ്ങളാണ്. എന്നാൽ ആധുനിക കത്തോലിക്ക സഭ ഈ വിഷയത്തിൽ അന്ധമായ വിശ്വാസമല്ല വെച്ചു പുലർത്തുന്നത്. ബാധയൊഴിപ്പിക്കൽ എന്ന പ്രക്രിയയിലേക്ക് കടക്കുന്നതിനു മുൻപ് സഭ സ്വീകരിക്കുന്ന കർശനമായ നടപടിക്രമങ്ങൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു വ്യക്തിയിൽ അസ്വാഭാവികമായ മാറ്റങ്ങൾ കാണുമ്പോൾ സഭ ആദ്യം നിർദ്ദേശിക്കുന്നത് ആത്മീയ ശുശ്രൂഷയല്ല, മറിച്ച് വൈദ്യശാസ്ത്ര പരിശോധനയാണ്. വിദഗ്ധരായ ഡോക്ടർമാരും മനഃശാസ്ത്രജ്ഞരും ആ വ്യക്തിയെ വിശദമായി പരിശോധിക്കണം. സ്ക്രീസോഫീനിയ, എപ്പിലെപ്സി അഥവാ അപസ്മാരം, ഡിസോസിയേറ്റീവ് ഐഡന്റിറ്റി ഡിസോർഡർ തുടങ്ങിയ മാനസികവും ശാരീരികവുമായ രോഗങ്ങളല്ല ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമാണ്. ശാസ്ത്രത്തിന് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയുന്ന ഒന്നിലും സഭ ഇടപെടാറില്ല. മാനസിക രോഗ ചികിത്സകൾ ഫലിക്കാതെ വരികയും ഒപ്പം ചില അമാനുഷിക ലക്ഷണങ്ങൾ പ്രകടമാകുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വൈദികൻ ആ കേസ് ബിഷപ്പിൻ്റെ മുൻപാകെ സമർപ്പിക്കുന്നത്. എക്സോർസിസം എന്ന പ്രക്രിയയിലേക്ക് സഭ കടക്കുന്നത് വളരെ ജാഗ്രതയോടെയാണ് എന്നർത്ഥം. ബാധയൊഴിപ്പിക്കലിന് സഭ പ്രധാനമായും 4 ലക്ഷണങ്ങളാണ് ആധാരമാക്കുന്നത്. ഒന്നാമതായി, ഒരിക്കലും പഠിച്ചിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ പുരാതന ഭാഷകൾ, ഉദാഹരണത്തിന് ലാറ്റിൻ, അരാമിക്, ഗ്രീക്ക് എന്നിവ സ്ഫുടമായി സംസാരിക്കാനുള്ള കഴിവ്. രണ്ടാമതായി, സാധാരണ നിലയിൽ ഒരു മനുഷ്യന് അസാധ്യമായ അമാനുഷിക ശക്തി പ്രകടിപ്പിക്കുക. മൂന്നാമതായി, ആ വ്യക്തിക്ക് അറിയാൻ യാതൊരു സാധ്യതയുമില്ലാത്ത രഹസ്യങ്ങളോ ദൂരെയുള്ള കാര്യങ്ങളോ കൃത്യമായി പറയുക. നാലാമതായി, കുരിശ്, വിശുദ്ധ ജലം, ബൈബിൾ തുടങ്ങിയ വിശുദ്ധ വസ്തുക്കളോടും പ്രാർത്ഥനകളോടും പ്രകടിപ്പിക്കുന്ന കടുത്ത അസ്വസ്ഥതയും വെറുപ്പും. ഈ 4 കാര്യങ്ങളും ഒരു വ്യക്തിയിൽ ഒത്തുവരുന്നുണ്ട് എങ്കിൽ മാത്രമേ അതിനെ ബാധയായി കണക്കാക്കാറുള്ളൂ. എക്സോർസിസം എന്നത് ഒരു പ്രദർശന വസ്തുവല്ല. സഭയുടെ നിയമസംഹിത പ്രകാരം ഭക്തിക്കാൻ നേരിട്ട് പരിശീലനം നൽകിയ വൈദികർക്ക് മാത്രമേ ഇത് നിർവഹിക്കാൻ അനുവാദമുള്ളൂ. ബിഷപ്പിൻ്റെ പ്രത്യേകമായ രേഖാമൂലമുള്ള അനുമതി ഇതിന് നിർബന്ധമാണ്. 1614 പുറത്തിറക്കിയ റിച്വാലെ റൊമാനും എന്ന ഗ്രന്ഥം 1999 വത്തിക്കാൻ പരിഷ്കരിക്കുകയുണ്ടായി. ഈ പുസ്തകങ്ങളിലെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് ചടങ്ങുകൾ നടക്കുന്നത്. ഇത് അതീവ രഹസ്യമായി നടത്തുന്ന ഒരു കർമ്മമാണ്. ഇതിനിടയിൽ ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുന്നത് സഭ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ആ വ്യക്തിയുടെ അന്തസ്സിനും സ്വകാര്യതയ്ക്കും അവിടെ വലിയ പ്രാധാന്യമുണ്ട്. ബാധയൊഴിപ്പിക്കൽ നടക്കുമ്പോൾ വൈദികന് സഹായിയായി പരിചയസമ്പന്നരായ ആളുകൾ